ഹായ് വിവേസ്, വെൽക്കം ബാക്ക് ടു Zakiyas കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൂരിയാണ്. നല്ല ക്രിപ്സിയായി എണ്ണയൊന്നും അധികം കുടിക്കാതെ എങ്ങനെ പൂരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കുന്ന രീതി നോക്കാം. ആട്ട കൊണ്ടാണ് നമ്മൾ പൂരി ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു 3 കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിലാണ് അളന്നിരിക്കുന്നത്. ഈ കപ്പിൽ 3 കപ്പാണ് ആട്ടപ്പൊടി എടുക്കുന്നത്. മൂന്ന് കപ്പ് ആട്ടമാവിലേക്ക് നമ്മൾ 3 സ്പൂണ് മൈദമാവ് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്തി കൊടുക്കുന്നത് റവയാണ്. ഇതേ അളവിൽ റവയും ചേർത്തി കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ റവയാണ് ചേർത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് 3 സ്പൂണ് ഓയിൽ ചേർത്തി കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്തി കൊടുക്കാവുന്നതാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിച്ച വെള്ളമാണ്. ഇത് ഉപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളമാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കണം. ഇത് ചപ്പാത്തി മാവിൻ്റെ അത്രയും തന്നെ വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല. ഇനി ഇത് കൈവച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ ആട്ടമാവ് ഇവിടെ കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവിന് ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മുടെ ആട്ടമാവ് ഓരോ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. ഓരോ ബോൾസിലും ഇതുപോലെ ഓയിൽ ഒന്ന് ആക്കി കൊടുക്കാം. നമ്മുടെ ഉരുള ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ ചപ്പാത്തി പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. ഞാൻ ഈ വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പലകയിൽ പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പൂരി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി നന്നായിട്ട് ബോളായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
പൂരി പെട്ടെന്ന് കോരിയെടുക്കണം, അല്ലെങ്കിൽ ഇത് ഡാർക്ക് ബ്രൗൺ കളറായി മാറും. നമുക്ക് വേണ്ടത് ലൈറ്റ് ഗോൾഡൻ കളറാണ്. പൂരിക്ക് നല്ലവണ്ണം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ കുറഞ്ഞാൽ പൂരി പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരില്ല. നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവയും മൈദയും ഒക്കെ ചേർത്തത് കൊണ്ടാണ് ഇത്രയും ക്രിപ്സിയായി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.